പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു? എവിടേക്കാണ് നമ്മൾ നവയാഥാസ്ഥിതിയിലേക്ക് തിരിച്ചു പോക്ക് ആരംഭിച്ചിരിക്കുന്നു? മടവൂരികൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് നേരെ തന്നെ ഇപ്പോൾ ഉന്നയിക്കുക അല്ലേ? ഇത് മാലോകരുടെ മുമ്പിൽ കൃത്യമായി ജനങ്ങൾ അറിഞ്ഞിട്ട് അത് ക്ലിപ്പിട്ട് നമുക്കെതിരെ വിമർശിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടോ? പിശാചിന്റെ വിവിധ കുതന്ത്രങ്ങളെപ്പറ്റി പ്രാമാണികമായി നമ്മൾ തസ്കിയത്തും തർബിയത്തും കൊടുത്ത് തഖ്വയുള്ള സൂക്ഷ്മതയുള്ള തവക്കുലുള്ള ജീവിതം ഉണ്ടാക്കിയെന്നല്ലാതെ നമ്മളെവിടെ അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ വലിച്ചുകൊണ്ടേത്? അപ്പൊ ഇത് മടവൂരികളുടെ നേതാവ് സലാത്തുലമി പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഖുർആന്റെ അർത്ഥത്തിൽ മാറ്റി അതേ വാദങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്, സെക്രട്ടറി അല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ച് നമ്മൾ സ്വീകരിക്കണം എന്നൊരു നിലപാട് നമുക്ക് പാടുണ്ടോ? ഇല്ല. എം അക്ബർ വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയാണെന്ത്, അങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഓരോടുള്ള ബഹുമാനം നിലനിർത്തി അത് മാറ്റിയിട്ട് പ്രമാണം സ്വീകരിച്ചാൽ മതി എന്നാണ്. കേട്ടോളൂ. ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം ദീനിൽ തെളിവല്ല. നദവത്തുൽ മുജാഹിദീന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കാം, അതിനെതിരെ ഖുർആനും സുന്നത്തും തെളിവ് തരുന്നുവെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് തള്ളിക്കളയണം എന്നും ഖുർആന്റെ സുന്നത്തിന്റെ തെളിവ് സ്വീകരിക്കണം എന്നുമുള്ളതാണ് സലഫുകളുടെ നിലപാട്, നദവത്തിന്റെ നിലപാട്. അതാണ് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും എന്ന് മനസ്സിലാക്കുക. ആദർശ ബന്ധത്തോടൊപ്പം കുടുംബ ബന്ധം വരെയുണ്ട്. അമ്മോശാങ്ക ആയാൽ പോലും ശരി, അഥവാ കേരള ജമിയത്തുലമയുടെ KNMന്റെ നേതാക്കന്മാരിൽപ്പെട്ടവരാണെങ്കിലും ശരി, പ്രമാണത്തിനെതിരാണോ പറഞ്ഞത് അവരോടുള്ള ബഹുമാനം നിലനിർത്തി അതിനെ മാറ്റിയിട്ട് പ്രമാണം സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ എവിടേക്കാ തിരിയേണ്ടത്? ഖുർആൻ 4-ാം സൂറത്തുൻ നിസാ 59 പറഞ്ഞില്ലേ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങളുടെ തർക്ക വിഷയങ്ങൾ നിങ്ങൾ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കണം. ഇപ്പൊ സഹോദരങ്ങളെ, ഖുറാഫി മുസ്ലിയാക്കന്മാരെ മാതിരി ഈ കോക്കസുകളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന അവരുടേതായ ചില പൗരോഹിത്യത്തിന്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനമായി മുന്നോട്ട് പോകുന്ന ചില സെന്ററുകൾ ജിദ്ദയിൽ റിയാദിലുണ്ട്. റിയാദ് സെന്ററിലെ അബ്ദുൾ റസാഖ് സലാഹി അദ്ദേഹം അവരുടെ മുമ്പിൽ പറയുകയാണെന്ത്, നമ്മളെ പ്രസ്ഥാനത്തിന്റെ നിയമം അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനപ്പുറത്ത് ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തഖ്ലീദ് പാടില്ല. നമ്മൾ കൃത്യമായി മുത്തബികളാണെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം തഖ്ലീദിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. കേട്ടോളൂ. നാം പ്രതിനിധീകരിക്കുന്ന, നാം ലക്ഷ്യം വെക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യം. അള്ളാഹുവിന്റെ ലിഖാ, പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള ആ സ്വർഗം, അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ രംഗങ്ങളിൽ ആ റൂട്ടിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും തന്നെ ആ റൂട്ട് തെറ്റിക്കുന്നിടത്തേക്കോ ആ ലക്ഷ്യത്തെ മറക്കുന്നിടത്തേക്കോ അതൊന്നും തന്നെ ആകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നത് റിയാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി, നമുക്ക് നിർവഹിക്കുവാനുള്ള മസ്ഊലിയത്ത് അത് തന്നെയാണ്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് സൗദി അറേബ്യയില് സെന്ററിന് അവകാശം കൊടുത്ത്, അനുമതി കൊടുത്ത്, ഖുർആൻ സുന്നത്തനുസരിച്ച് ശിർക്ക് വിദഅത്ത് ഖുറാഫാത്തിൽ മലയാളികൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് തുറന്നു കൊടുത്ത സെന്ററുകളിൽ നിന്നാണ് ഈ തഖ്ലീദി വാദങ്ങൾ പുറത്തു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മസ്ഊലിയത്ത് അതാണോ? എന്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സംരക്ഷണമല്ല, മറിച്ച് KJU എന്ന അക്ഷരത്തെ നമ്മൾ പൂജിക്കണം എന്നാണ്. KJU എന്ന അക്ഷരത്തെ നമ്മൾ പൂജിക്കേണ്ടത്, അതോ കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന സംഘത്തിന്റെ നിലപാടിനെയോ? എവിടേക്കാണ് ഇവർ കൊണ്ടുപോണത്? എന്നിട്ട് ഇയാൾ ഉദ്ധരിക്കുന്ന ആയത്ത് നോക്ക് നിങ്ങൾ, മറ്റേ ഭാഗം കട്ടുകൊണ്ട് ഉദ്ധരിക്കണം. കേട്ടോളൂ. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനപ്പാഠമാണ്. എന്താ മനപ്പാഠം? നിങ്ങൾ വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന
നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു? അതിപ്പോ വളരെ രസകരമായ ആയത്ത് തലതിരിച്ചു. ഈ തലതിരിക്കൽ സ്വഭാവം സത്യത്തില് ഇവരെ നേതാവിൽ നിന്ന് പഠിച്ചതാണ്. എന്താ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വസ്വാസ് ബാധയുണ്ടായി, ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജിന്ന് ബാധയുണ്ടായി എന്ന് പറയുന്ന വാചകങ്ങൾ പോലും നമ്മളെടുത്തുണ്ട്. ഖുർആനിന്റെ നസ്സിന് എതിരായ വാദം. ഇതുപോലെ അത്തിയുല്ലാഹ അത്തിയുർ റസൂല ഉലിൽ അംരി മിൻകും ആദ്യത്തിലാ മൂപ്പരെന്ത് ചെയ്തു? ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തൊട്ട് മുമ്പിലുള്ള ആയത്ത് ഓതുക. ആദ്യം രണ്ടാമത്തതും പിന്നെ തൊട്ട് മുമ്പിൽ ക്രമം തന്നെ തെറ്റിച്ചോതുക. എന്തിനാ? ഉലിൽ അംറിനെ അന്ധമായി തക്രീർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണോ അല്ല പറഞ്ഞത്? അത്തിയുല്ലാഹ് അല്ലാഹനെ അനുസരിക്കണം, റസൂൽ റസൂലിനും കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി വറസൂൽ. മതകാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടായാൽ നിങ്ങൾ അതിനെ പ്രമാണത്തിലേക്ക് മടക്കണം. അത് വിട്ടിട്ട് ആദ്യത്തെ പിടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് അംഗീകരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ സ്പീച്ച് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നാണ്. അഥവാ പ്രസ്ഥാനത്തിലല്ലേ അവിടെ. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ എന്നോട് സംഘടനാ വിരുദ്ധമായ പ്രഭാഷണം ഞാൻ നടത്തി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്കനുസരിച്ച് എതിരായി ഞാൻ പ്രസംഗിച്ചു എന്ന് ഇന്ന് വരെ എന്റെ ഇന്നാലിന്റെ സീഡിയോ ഇന്നാലിന്റെ പ്രസംഗമോ അതിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ എനിക്ക് ഉപദേശങ്ങൾ നൽകി എന്നെ തിരുത്തുകയോ ചെയ്യാതെ സഹോദരങ്ങളെ ഇന്ന് എനിക്കൊരു ലെറ്റർ വിട്ടിരിക്കുകയാണ്. എന്താ ലെറ്റർ? ഈ ലെറ്ററിൽ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഒപ്പിട്ടുകൊണ്ട് അയക്കപ്പെട്ട ലെറ്ററാണ്. വന്ധ്യവയോധികനായ ആ സെക്രട്ടറി സുഖമില്ലാതെ കിടക്കുകയാണ്. വളരെ മാസങ്ങളായിട്ടാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടി കൃത്യമായ സലഫിയത്തിന്റെ ആദർശം നിറഞ്ഞ മനസ്സോടുകൂടി ഏറ്റുവാങ്ങി ബാധ്യതകൾ തീർത്ത് സ്വർഗ പൂങ്കാവനത്തിലേക്ക് യാത്ര പോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ആ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെ ഒപ്പ് ഇട്ടുകൊണ്ട് ഒരു പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എഴുതുന്നതൊക്കെ വേറെ ആൾക്കാരാണ്. എന്താ എഴുതിയത് എന്ന് ചോദിച്ചാൽ, ജനാബ് പി.കെ. സാജിദ് തിരങ്ങാടി അവർക്ക് അസ്സലാമു അലൈക്കും മാന്യരെ, താങ്കളുടെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും നമ്മുടെ പ്രഖ്യാപിത ആദർശത്തിനും സംഘടനാ അച്ചടക്കത്തിനും നിരക്കാത്ത വിധം ബോധപൂർവ്വം വഴിമാറി ഒഴുകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി സംഘടന തീരുമാനമെടുക്കുന്നതുവരെ താങ്കൾ സംഘടനയുടെയോ പോഷകടങ്ങളുടെയോ അവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയോ നിയന്ത്രണത്തിൽ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുത്ത് പ്രഭാഷണം നടത്തരുതെന്ന് ഇതിനാൽ അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഞാന് യഥാർത്ഥത്തിൽ ആദർശത്തിനും സംഘടനയുടെ നമ്മുടെ പ്രഖ്യാപിത ആദർശം എന്താ? 924 നമ്മൾ പ്രഖ്യാപിച്ച ആദർശം എന്താ? അഹ്ലു സുന്ന വൽ ജമാഅ ജംഇയ്യത്തുൽ ഉലമാ സംഘം. അതിനെതിരായി ഞാൻ ഒരര വാചകം ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ സംഘടനയുടെ പ്രഖ്യാപിത ആദർശം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് നിലനിൽപ്പിന് വേണ്ടി 2012 ഉണ്ടാക്കിയ പുതിയ പ്രഖ്യാപിതം, ആ പ്രഖ്യാപിതം അനുസരിച്ച് സംസാരിക്കാൻ എന്നെ കിട്ടൂല. കാരണം പൂർവികരായ പണ്ഡിതന്മാർ ആരും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമുക്ക് വഴി കാണിക്കുന്ന ജംഇയ്യത്തുൽമയുടെ ആധികാരികമായ പണ്ഡിതന്മാരോ ഇന്ന് കേരളക്കരയിൽ കൃത്യമായി കിതാബ് സുന്നത്ത് അനുസരിച്ച് സംസാരിക്കുന്ന ഒരു പണ്ഡിതന്മാരോ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് രേഖാമൂലം കിട്ടിയാൽ കൃത്യമായിട്ട് നമ്മൾ മാറും. അല്ലാതെ അനസ് മുസ്ലിയാർ അമ്പലക്കടവിന്റെയും അലിമല്ലയുടെയും ഒക്കെ വികലമായ ആ ശിർക്കാരോപണം അങ്ങനെ തന്നെ ഏറ്റെടുത്തിട്ട് നമുക്കെതിരെ ശിർക്കാരോപിച്ചാൽ അത് തെളിവാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കാര്യങ്ങൾ കൃത്യമായി പ്രസംഗിച്ചു നടന്നു. അപ്പോ താങ്കൾ സംഘടനയുടെ പോഷകങ്ങളുടെ വേദിയിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി സംഘടന തീരുമാനമെടുക്കുന്നവരെ പ്രസംഗിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സംഘടന എന്റെ വിഷയത്തിൽ കത്തയച്ചിട്ട് എന്നോട് ചോദിക്കണം, അല്ലെങ്കിൽ നേരിട്ട് സാധ്യത സി ടവറിലേക്ക് വാ എന്ന് പറയണം. അങ്ങനെ എന്നെ ഫോൺ വിളിച്ചറിയിക്കുകയോ എനിക്ക് ഇന്ന സ്ഥലത്തുള്ള പ്രസംഗങ്ങളാണ് നിന്റേത് സംഘടനാ വിരുദ്ധം ആദർശവിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തയക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ല, മറിച്ച് 10-ാം തീയതി ഈ കത്ത് പോസ്റ്റ് ചെയ്തു. 7-ാം തീയതി പ്രിന്റ് ചെയ്ത കത്ത് 10-ാം തീയതി പോസ്റ്റ് ചെയ്തു. 11-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് കിട്ടൂല, തിങ്കളാഴ്ച ഇന്ന് കിട്ടി. അപ്പൊ കിട്ടിയ കത്തിൽ എന്താ ഉള്ളത്? ഈ വിഷയമായ ഒരു അന്വേഷണം നടത്തി സംഘടന തീരുമാനിക്കുന്നവരെ കേരളം വേദിയിൽ പ്രസംഗിക്കരുത്. എന്നാ സഹോദരങ്ങളെ, ഇന്നലെ ഞാൻ കരുവാരക്കൊണ്ട് പ്രസംഗിക്കാൻ പോയി. കാരണം എനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. കരുവാരക്കൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ പോയി. LCD ആളുകൾ വന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ഉമ്മർ ഫൈസി, മുജീബ് സലാഹ്, ഷെരീഫ് കരുവാരക്കൊണ്ട് ഒക്കെ അണിനിരന്നു. ആ അണിനിരന്ന സമയത്തതാ ചില ഉപബുദ്ധിക്കാർ ഒരു സർക്കുലറായിട്ട് വന്നിരിക്കുന്നു. ജില്ലാ മണ്ഡലം ശാഖാ തലത്തിലെ ആളുകൾക്കുള്ള നിർദ്ദേശം എന്താ? KNM ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറി അവർക്ക്, മാന്യരെ, നമ്മുടെ പ്രഖ്യാപിത ആദർശത്തിനും പ്രബോധന മര്യാദകൾക്കും എതിരായി സാജിദ് തിരൂരങ്ങാടി പ്രസംഗിക്കുകയും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ അദ്ദേഹത്തോട് സംഘടന വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞതോ വിശദീകരണം ആവശ്യപ്പെടുന്നത് വരെ പ്രസംഗിക്കരുത്. വിശദീകരണം എവിടെ ആവശ്യപ്പെട്ടത്?
ഏത് പ്രസംഗത്തിൽ എവിടെ വെച്ച് ഞാൻ പ്രസംഗിച്ചു എന്നത് ഇന്ന് വരെ കത്തോ ഫോണോ എനിക്ക് അയക്കാതെ സഹോദരങ്ങളെ ഈ പച്ച നുണ മാന്യനായ AP-യുടെ പേരില് ഈ രൂപത്തിൽ അടിച്ചിറക്കപ്പെട്ടിരിക്കുകയാണ്. ആലോചിക്കണം. എന്നിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തോട് സംഘടന വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിശദീകരണം ലഭിച്ച് തീരുമാനമുണ്ടാകുന്നവരെ അദ്ദേഹത്തെ സംഘടനയുടെ പോഷകടങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പരിപാടിക്ക് പങ്കെടുപ്പിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വാശിയോടുകൂടി നമ്മൾ പങ്കെടുപ്പിക്കണ്ട. കാരണം എന്താ, ചില ആളുകൾക്ക് നമ്മളൊന്നല്ല, നമ്മളൊക്കെ ചൂണ്ടൽമത്തൊരു ഇരയാണ്. നമ്മളെ ആരെങ്കിലൊക്കെ കേന്ദ്രം വേദിയിൽ കയറ്റിയാൽ ചില മണ്ഡലങ്ങളിൽ ഇവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തടത്ത് അതും കൂടി പിടിച്ചടക്കാന്നുള്ളവർക്ക് നമ്മളെ സംഘടനാ വിരുദ്ധം ചെയ്യിപ്പിച്ചു എന്നതിന് പേരിൽ ഓരെ പുറത്താക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട. നിങ്ങൾ മുജീബ് സ്വലായും ഉമ്മർ ഫൈസിയെ പോലെ ആളുകൾ പ്രസംഗിച്ചോളൂ, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, സംഘടനാ വിരുദ്ധം ഞാൻ പ്രസംഗിച്ചു, ആദർശവിരുദ്ധം ഞാൻ പ്രസംഗിച്ചു എന്നത് ഏത് പ്രസംഗത്തിൽ ഏതൊക്കെ രൂപത്തിൽ എന്ന് ഫോൺ വിളിച്ചു പറയുകയോ ഒരു കത്ത് അയച്ചുകൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് വിശദീകരണം തരണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ ഈ രൂപത്തിൽ മണ്ഡലങ്ങളിലേക്ക് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചു. എന്നാൽ ഈ ലെറ്റർ എന്നാണ് കൊടുക്കുന്നത്? സഹോദരങ്ങളെ കേട്ടോളൂ. 11/11/2002 അഥവാ ഇന്നലെ കരുവാരക്കുണ്ട് 5:45 ഇത് കൊടുക്കുന്നത്. 5:45 മടവൂരികൾക്കുള്ളൊരു മറുപടി പ്രസംഗത്തിന് ഞാൻ വരുമ്പോഴാണ് എനിക്ക് വേദി നഷ്ടമാകുന്നത്. ആലോചിക്കണം. അപ്പൊ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കത്ത് 11-ാം തീയതി 5:45 കൊടുത്ത്, സംഘടന വിശദീകരണം ആവശ്യപ്പെടുന്നവരെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ കത്ത് ഇന്നും വന്ന്. ആലോചിക്കുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ? ദഅവത്ത് മുടങ്ങണം. അതുകൊണ്ട് ആ പെരിന്തൽമണ്ണ സാൽവേഷൻ സഹോദരങ്ങളെ എക്സിബിഷൻ അതാ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവാസിന്റെ നാടുണ്ടല്ലോ, ആ നാട്ടില് വളരെ കൃത്യമായി ഒരു ദഅവത്ത് സംഗമം നടത്തിയപ്പോൾ അവിടെ AP-യുടെ പേരിൽ വ്യാജ സീൽ വെച്ചിട്ട് ഈ തരത്തിലുള്ള ആൾക്കാർ ഒരു ലെറ്റർ എഴുതി തന്നു. എന്നിട്ട് ഇത് പരിപാടി മുടക്കി. AP-ന്റെ അടുത്ത് ആൾക്കാർ പോയി ചോദിച്ചു, സാർ നിങ്ങളിത് അറിയോ? ഞാൻ അറിയില്ല മക്കളെ. വിചിന്തനത്തിൽ പറഞ്ഞില്ലേ കള്ള സീൽ ഉപയോഗിച്ചിട്ട് 4 ആളുകളെ പുറത്താക്കിയ വിഷയം. സഹോദരൻ, എന്ത് നെറികേടുകളാണ് ഈ കാണിക്കുന്നത്? പ്രബോധന മേഖലയിൽ കീറാമുട്ടികളായി വർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് നേരെ